ഹലോ കൂട്ടുകാരെ, ഇപ്പോൾ രാവിലെ തന്നെ കുറച്ച് സമയമാണ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളെ സ്കൂളിലൊക്കെ പറഞ്ഞു വെച്ചിട്ട് നേരെ അക്ഷയയിലേക്ക് വിട്ടു. അവിടുന്ന് തിരിച്ച് വന്ന് നോക്കുമ്പോഴേക്കും ഉച്ചയാവാറ്. എന്താല്ലേ എത്ര പെട്ടെന്ന് സമയം പോണത്. അപ്പോൾ സമയം ഒരു വഴിക്കും ഞാനൊരു വഴിക്കുമാണ് കേട്ടോ. എപ്പോഴും അങ്ങനെ തന്നെയാണ്, സമയത്തിനൊപ്പം സഞ്ചരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ സമയം പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. രാവിലെ പോയി 4 മണി ആയിക്കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇതാ സമയം തികയാനായിട്ടും പോയി. അപ്പോൾ അതൊക്കെ പോട്ടെ, ഞാൻ ഇപ്പോഴത്തെ കാര്യം പറയാം. വന്നിട്ട് ഞാൻ 2 ഗ്യാസുമിൽ ഒരടുപ്പത്ത് പപ്പടം കാച്ചുകയാണ് കേട്ടോ. അപ്പോൾ ഒരു അടുപ്പത്ത് മുട്ടയും കൂടി വെച്ചു, മുട്ട ബജിക്കുള്ള മുട്ട. അപ്പോൾ സമയം ഇപ്പോൾ ശരിക്കും 12:30 ആയി കേട്ടോ. വേഗം ഒരു 2 പപ്പടമൊക്കെ കാച്ചി, 2 എന്ന് പറഞ്ഞാൽ 4. അങ്ങനെ അതൊക്കെ കാച്ചി പിന്നെ ആ അടുപ്പത്ത് തന്നെ ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ, പയറുപ്പേരി. ഇന്നിപ്പോൾ രാവിലെ ഉപ്പേരി ഉണ്ടാക്കിയില്ല, കുറച്ച് ഉപ്പേരി ഉണ്ടാക്കിയത് നമുക്ക് ഉച്ചയ്ക്കൊന്നും തികയില്ല. കുട്ടികൾക്ക് രാവിലെ പുട്ടിൻ്റെ കറി വെള്ളപ്പയറുണ്ടാക്കി. അപ്പോൾ അതിന്ന് കുറച്ച് പയർ മാറ്റി വെച്ച് അത് ഉപ്പേരിയൊക്കെ ഇട്ടാണ് കുട്ടികൾക്ക് കൊടുത്തയച്ച്. അങ്ങനെ അപ്പോൾ അപ്പോൾ പപ്പടം കാച്ചിൽ കഴിഞ്ഞപ്പോൾ ആ എണ്ണയിൽ നമ്മൾ കടുകിട്ടു, ഉള്ളി ഇട്ടു. നമ്മൾ പച്ചപ്പയർ ഉപ്പേരിയാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ എന്താ വെള്ളപ്പയർ ഉപ്പേരി, ഉച്ചയ്ക്ക് പച്ചപ്പയർ ഉപ്പേരി, ആകെ ഒരു പയറും മയം. നല്ല പയറാണ് കേട്ടോ, നല്ല കടയിൽ നിന്ന് കൊടുക്കുന്നതാണ്. നല്ല പയർ തന്നെയാണ്, നല്ല ടേസ്റ്റുള്ള പയറാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി. പിന്നെന്താ അപ്പോഴേക്കും ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വടക്കുള്ള ഉള്ളി എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോഴാണ് ഒരു മെയിൻ കാര്യം ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ എണ്ണക്കടി അടുപ്പിലാണല്ലോ ഉണ്ടാക്കല്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രാജേട്ടൻ വരുമ്പോഴേക്ക് അടുപ്പ് കത്തിച്ചൊന്ന് സെറ്റാക്കിയിട്ട് വെക്കലുണ്ട്. ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ചൂടാക്കി റെഡിയാക്കി വെക്കലുണ്ട്. അപ്പം അതിന് നോക്കുമ്പോൾ വിറകില്ല. വിറകുണ്ട്, അത് പൊളിച്ചത് ചീളാക്കിയിട്ട് കുറച്ച് വെക്കാറുണ്ട് അടുപ്പ് കത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആക്കി വെച്ചത് കഴിഞ്ഞിരുന്നു. രാവിലെ അതെടുത്തിട്ട് ചോറ് വെച്ച് അപ്പോൾ അങ്ങനെ കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് ഓർമ്മ വന്നത്. എന്നിട്ട് വേഗം പോയി നമ്മൾ വിറക് കൂട്ടിയിട്ടായിരുന്നു അവിടെ പോയിട്ട് ഒന്ന് സൗണ്ടൊക്കെ ഉണ്ടാക്കി കേട്ടോ. വിറക് ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ കൂട്ടിയിട്ട് നമ്മൾ എപ്പോൾ പോകുമ്പോഴും ഒന്നിങ്ങനെ തട്ടി കൊട്ടിയിട്ട് വേണം എടുക്കാൻ, അതിൻ്റെ ഉള്ളിൽ വല്ലതും ഉണ്ടെങ്കിലോ. അങ്ങനെ ഒരു ദിവസമൊക്കെ ഒരു അബദ്ധം പറ്റിയതാണ് കേട്ടോ. ധൃതി പിടിച്ച് പോയപ്പോൾ ഒരാളവിടുന്ന് ഇപ്പുറത്തേക്ക് ചാടി. എന്നെ കണ്ട് പേടിച്ചിട്ട് ഒരാൾ ഇപ്പുറത്തേക്കും ചാടി, ആളെ കണ്ട് പേടിച്ച് ഞാൻ അപ്പുറത്തേക്കും ചാടി വീണു. അങ്ങനെയൊക്കെ ഉണ്ടായി. പക്ഷേ എപ്പോഴും തൊടിയിൽ കാണുന്ന ആളാണ്, വലിയ കുഴപ്പമില്ലാത്ത ആളാണ്, ഒരു മഞ്ഞക്കുട്ടൻ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ധൈര്യം കൂടുതലുള്ളതുകൊണ്ടേ പേടിച്ചൊന്നുമില്ല. പിറ്റേ ദിവസം ചെറിയൊരു പനിയൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൽ പിന്നെ ഞാൻ നല്ലൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടേ പോവുള്ളൂ. അങ്ങനെ കുറച്ച് വിറകെടുത്തിട്ട് ഇത് അങ്ങനെ അടുപ്പിൽ വെച്ചപ്പോൾ കത്തില്ലല്ലോ, അപ്പോൾ അതൊന്ന് വെട്ടിപ്പൊളിക്കുക കേട്ടോ. പിന്നെ ഈ ആയുധം നമ്മൾ അത്രയും അർജൻറ്റുള്ള സമയത്ത് തന്നെ എടുക്കുള്ളൂ കേട്ടോ. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ എടുക്കുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ രാജേട്ടൻ ചെയ്തു തരും. ഇതിപ്പോൾ രാവിലെ പറയാൻ ഓർമ്മ ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ ആയുധം കയ്യിലെടുത്ത എന്താ പ്രശ്നം, നമ്മൾ ചെയ്തതിൻ്റെ അവിടെ കാണും. അപ്പോൾ കുറച്ച് വിറകും കൂടുതൽ കുഴികളും ഉണ്ടാക്കി വെച്ചു അവിടെ മുറ്റത്ത്. പിന്നെന്താ എല്ലായിടത്തും നല്ല മഴയും പ്രശ്നങ്ങളുമാണ് അല്ലേ. ഇവിടെ 4 ദിവസമായിട്ട് നല്ല മഴ തന്നെയാണ്. ഇപ്പോൾ കുറച്ച് നേരം ഒരു ഒഴിവ് കാണുന്നുണ്ട് കേട്ടോ മഴയുടെ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിറകൊക്കെ ഇവിടെ നിന്ന് പൊളിക്കാൻ പറ്റിയത്. പിന്നെ നമ്മളുടെ ഇവിടെ നിന്ന് മഴ കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇതുവരെ. ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഓരോ സ്ഥലത്തും എന്തൊക്കെ കാര്യങ്ങളാണല്ലേ ന്യൂസിലൊക്കെ കാണുന്നത്. ഓരോ മഴക്കാലം കഴിയുമ്പോഴും ജീവനും ജീവിതവും ഒന്നും ഇല്ലാണ്ടായ അവസ്ഥ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇവിടം സ്വർഗമാണ് കേട്ടോ. അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാനടക്കമുള്ള എല്ലാവരും പറയണത് എന്താ, അവിടെ ചോരുന്നുണ്ട്, ഇവിടെ ചോരുന്നുണ്ട്, ഈ മഴ കൊണ്ട് തുണി ഉണങ്ങുന്നില്ല, വിറക് കത്തണില്ല, അങ്ങനെയൊക്കെ ഓരോ ചില്ലറ പരാതികളും ആവശ്യങ്ങളും ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാകുമല്ലേ. പിന്നെ കർക്കിടക മാസമല്ലേ, അപ്പോൾ സാമ്പത്തികമായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവേണ്ട ഒരു മാസം കൂടിയാണ്. അതിപ്പോൾ കച്ചവടത്തിൻ്റെ കാര്യമായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാ കർക്കിടക മാസം വന്നാലും അങ്ങനെ തന്നെ കേട്ടോ. പിന്നെ അടുത്ത മാസം വന്നാൽ കുറേ കണ്ട് ശരിയാവുകയും ചെയ്യും. അപ്പം നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയാണോ, കർക്കിടക മാസം ബാധിക്കാറുണ്ടോ അല്ലേ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ തൽക്കാലത്തുള്ളതൊക്കെ വെട്ടി വെച്ചു. അപ്പോഴേക്കും ഇത് 1:30 മണി. അപ്പോഴേക്കും രാജേട്ടൻ കടയിൽ നിന്ന് എത്തിയിട്ട് എണ്ണക്കടിക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങാൻ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ സ്പെഷ്യൽ എന്ന് പറയാൻ പഴംപൊരി, മുട്ട ബജി,
പിന്നെ ഉള്ളിവടയാണ് കേട്ടോ. ഈ 3 ഐറ്റംസാണ്. ആദ്യം നമ്മൾ എണ്ണക്കടി ഉണ്ടാക്കിയിരുന്നത് ആ വലിയ ഇരുമ്പിൻ്റെ ചട്ടിയിലല്ലേ. അപ്പോൾ അതൊക്കെ ഈ മഴ വന്നപ്പോൾ ഒരു മുക്കിലേക്കാണ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഈ വിറകിൻ്റെ പ്രശ്നം തന്നെ, അത് ഇരുമ്പ് ചട്ടിയൊക്കെ ചൂടാകാൻ കുറേ വിറക് വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ഉരുളിച്ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കാറ്. ഇതാകുമ്പോൾ വേഗം ചൂട് പിടിക്കും, അത്ര വിറകിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതാ പണിയൊക്കെ ഒരുങ്ങിയിട്ട് ലഞ്ച് കഴിക്കാനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.